എറണാകുളം പനങ്ങാട് മീഡിയനിൽ ഇടിച്ച് മറിഞ്ഞ ബസ്സിന് അടിയിൽപ്പെട്ട് യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടശേഷം മുങ്ങിയ ഡ്രൈവർ പാൽപാണ്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാംഗ്ലൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് രാവിലെ 10:30 അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്ന ബസ് മാടവന സിഗ്നലിനടുത്ത് മീഡിയനിൽ ഇടിച്ചു. നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞത് ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക്. ഏറെ പണിപ്പെട്ടാണ് ബസ്സിനടിയിൽപ്പെട്ട വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റിനെ പുറത്തെടുത്തത്. ബസ്സിലുണ്ടായിരുന്നത് 42 യാത്രക്കാർ. ഇതിൽ 11 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി ഒരു സൗണ്ട് കേട്ട് തലകീഴായിട്ട് മറിയത്. പെട്ടെന്ന് ഞങ്ങൾ പിടിച്ച് കയറി ഇറങ്ങി. പക്ഷേ മയക്കത്തിലായിരുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ഫ്രാക്ചറുകളുണ്ട്. അകത്തിരുന്നവർക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിൻ്റെ മുകളിലേക്കാണ് വണ്ടി വീണെന്ന് കണ്ടത്. ഈ സിഗ്നൽ ഓപ്പൺ ആയിരുന്നു. പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ സിഗ്നൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. സ്കിഡായി സിഗ്നൽ പോസ്റ്റ് ഇടിച്ച് ബൈക്കിലേക്ക് മറിഞ്ഞു. അങ്ങനെ പറ്റി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വണ്ടി മറിഞ്ഞ് അവിടെ നിന്നാണ് വണ്ടി ചവിട്ടി കിട്ടിയില്ല. അതായത് നമ്മൾ സാറ് റോഡെന്ന് പറയുമ്പോ മിറ്റിലെങ്കിലും ഇത്തിരി കാണുമല്ലോ. ഇതൊന്നുമില്ല, മെഴുകിയിട്ടേക്കണ ടാറാണ് ഇതിന്റെ മുകളിൽ മെഴുകിയിട്ടേക്കണത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ നിൽക്കൂല. അങ്ങനെ അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വണ്ടികൾ സിഗ്നലിൽ പോയാലും നിർത്താറില്ല. അപ്പൊ ടൈമർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ അപകടം കറക്റ്റായിട്ട് അത് ഇതാവുള്ളൂ. അപകടത്തിന് കാരണം ബസ് ഡ്രൈവറുടെ വീഴ്ചയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഇവിടെ ലേക്ക് ഷോറിലുണ്ട്. ഒരാള് ബ്രോഡായി. അതെ, ഇപ്പൊ ബാക്കി പറയാം. സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങിയ ബസ് ഡ്രൈവറെ പിന്നീട് പോലീസ് പിടികൂടി. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട്. നിരവധി പേരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. ഈ പന്താട്ടം അവസാനിക്കാൻ ചെറിയ നടപടികൾ മതിയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. ദൗർഭാഗ്യകരമായ സംഭവമാണ്. വഴിയിലേക്ക് ചിലപ്പോൾ അദ്ദേഹം യാത്രയൊക്കെ പറഞ്ഞ് എവിടേക്കുള്ള യാത്രയിലായിരുന്നു ആ മരിച്ചയാളെന്ന് നമുക്കറിയില്ല. പക്ഷേ എത്രത്തോളം പ്രതീക്ഷയും ഒക്കെയായി യാത്ര ചെയ്തിരുന്നയാളായിരിക്കാം. ഒരാളുടെ അശ്രദ്ധ കാരണം, പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ വണ്ടികൾ നമ്മൾ ബ്രേക്ക് ഇട്ടാൽ അവിടെ തന്നെ നിൽക്കണം എന്നൊന്നുമില്ല, തെന്നിക്കിടക്കുകയാണ് റോഡ്. അപ്പോൾ ഇതൊക്കെ എല്ലാ ഡ്രൈവേഴ്സും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഉണ്ടായ വാഹനാപകടങ്ങളിൽ നിന്ന് 3 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്.